ഹിന്ദുവിന്റെ കുത്തക ബി.ജെ.പിക്ക് തരണ്ട, RSSന് തരണ്ട, നിങ്ങൾ എടുത്തോ. നിങ്ങൾ പറയുന്നത് ജനം വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു ശ്രീരാമ വിരുദ്ധരായിട്ട് കോൺഗ്രസിനെ ചിത്രീകരിക്കുവാനുള്ള ശ്രമമാണെന്ന്. നിങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിപ്പോയി പറയുന്നേ. നിങ്ങളിപ്പോ കുറച്ച് നേരത്തെ എനിക്ക് ക്ലാസ് എടുത്തു തന്നല്ലോ, ഗാന്ധിയുടെ രാമൻ വേറെയായിരുന്നു, ഞങ്ങളുടെ രാമൻ വേറെയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ. ശരി, നിങ്ങളത് പോയി നാട്ടുകാരോട് പറയുന്നേ, ജനങ്ങളോട് പറയുന്നേ, അവരുടെ രാമൻ വേറെയാണ്, നിങ്ങളുടെ രാമൻ വേറെ രാമനാണ് എന്നൊക്കെ ഉള്ള കാര്യം പോയി പറയുന്നത്. ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഏറ്റെടുക്കട്ടെ. വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞോ? ഞങ്ങൾക്ക് ഒരു കുത്തകയും തരണ്ട. നിങ്ങൾ ജനങ്ങൾ എന്ന് പറയുന്ന മുഴുവൻ നിങ്ങളെ പിന്തുണയ്ക്കുന്നവരാണെന്ന് എങ്ങനെയാണ് ഈ അവകാശവാദം പറയുക യുവരാജ്? അല്ല, ഞങ്ങൾ പറയുന്നില്ലല്ലോ. ഞങ്ങൾ അവരോടാണ് പറഞ്ഞത് ഞങ്ങളുടെ രാമൻ എന്തോ കുഴപ്പക്കാരനായ രാമനാണ്, അവർ പറയുന്ന രാമനാണ് ഉത്കൃഷ്ടനായ രാമൻ എന്നാണല്ലോ അവർ പറയുന്നത്. ആയിക്കോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അവരോട് പോയി പറയാൻ പറയും. അവര് പിന്നെ എന്തിനാണ് ഇത്രയും ആശങ്കപ്പെടുന്നത്? അവര് പറയുന്നത് ശരിയാണ്, അവര് പറയുന്നതിനകത്താണ് എല്ലാ കണ്ടന്റും ഉള്ളതെന്നുണ്ടെങ്കിൽ അവരെന്തിനാണെന്ന് ഈ ആശങ്കപ്പെടുന്നത്? അവരെ കോൺഗ്രസ് ശ്രീരാമ വിരുദ്ധരായി ചിത്രീകരിക്കുമെന്ന് അവരെന്തിനാണെന്ന് ആശങ്കപ്പെടുന്നത്? അവരുടെ നിലപാട് എന്തായിരുന്നു എന്നുള്ള കാര്യം കാലാകാലങ്ങളായിട്ട് ഈ ജനങ്ങൾ കണ്ടുവരുന്നതാണ്. ശ്രീ VPP മുസ്തഫ ഇവിടെ പറയുന്നുണ്ടായിരുന്നു 1949 അതിന്റെ അകത്ത് ശ്രീരാമ പ്രതിഷ്ഠ വിഗ്രഹം കൊണ്ട് വച്ചതിന് ശേഷമാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. 1934 മുതൽ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്ത് മുസ്ലിങ്ങൾ നമാസ് ഓഫർ ചെയ്യുന്നില്ലായിരുന്നു എന്നുള്ള കാര്യം ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. താങ്കൾ ഒന്ന് എടുത്തു വെച്ച് താങ്കൾ ഇപ്പോൾ ഈ കോടതി വിധി അന്തിമ വിധിയുമായി ബന്ധപ്പെട്ടാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 49 ഡിസംബർ 22-ാം തീയതി ബാബറി മസ്ജിദിൽ രാമവിഗ്രഹം കടത്തിവെച്ചത് അക്രമ പ്രവർത്തനമാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അല്ല, ഡിബേറ്റിനുണ്ടോ സ്മൃതി? 1857 മുതൽ അതിനകത്ത് 1855-57 മുതൽ അവിടെ ശ്രീരാമ വിഗ്രഹമുണ്ട്. 1949 ഡിസംബർ 22-ാം തീയതി ബാബറി രാമവിഗ്രഹം കടത്തിവെച്ചത് അക്രമപ്രവർത്തനമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. 98 ഡിസംബർ 6-ന് ബി.ജെ.പിയുടെ മാർക്സിസ്റ്റ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ പള്ളി പൊളിച്ചതിനെയും കോടതി ന്യായീകരിച്ചിട്ടില്ല. ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കുക എന്ന രൂപത്തിലേക്ക് കോടതി എത്തിയില്ല. ആ കോടതി വിധിക്കെതിരെയൊക്കെ വിമർശനമുണ്ട്. അപ്പുറത്ത് ഒരു മുസ്ലിം പള്ളി നിർമ്മിക്കണം, എന്നുകൂടി ആഹ്വാനം ചെയ്തുകൊണ്ടാണല്ലോ കോടതി വിധി ആണല്ലോ. അതിന്മേലെ ഒരു വാചകം പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? അയോധ്യ ക്ഷേത്രത്തിനൊപ്പം അപ്പുറത്ത് ഒരു മുസ്ലിം പള്ളി കൂടി നിർമ്മിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാചകം പ്രധാനമന്ത്രി ഈ ആഹ്വാനത്തിനിടയിൽ എവിടെയെങ്കിലും നടത്തുന്നത് കേട്ടിട്ടുണ്ടോ? അതിന് പ്രധാനമന്ത്രി അല്ലല്ലോ ഈ പറയുന്ന ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത് ട്രസ്റ്റാണ് നിർമ്മിക്കുന്നത്. ആ ട്രസ്റ്റിന്റെ പരിപാടിക്കാണ് പ്രധാനമന്ത്രി പോകുന്നത്. അല്ലാതെ പ്രധാനമന്ത്രി അല്ല അമ്പലം പണിയുന്നതും പ്രധാനമന്ത്രി അല്ല പള്ളി പണിയുന്നതും. ട്രസ്റ്റ് ക്ഷണിച്ചു, പ്രധാനമന്ത്രി പോകുന്നു. ഇവിടെ 1993 കേരള നിയമസഭ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കണമെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ കോൺഗ്രസ്സുകാരോട് CPM-കാരോട് ചോദിക്കൂ, അവരവിടെ പള്ളി പണിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? വിധി വന്നിട്ട് 4-5 കൊല്ലമായില്ലേ? ഇവരെന്ത് ചെയ്തു? ഇവരുടെ ഈ പറയുന്ന ജൽപ്പനങ്ങൾ മുഴുവൻ ആത്മാർത്ഥമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർക്ക് അവിടെ 5 ഏക്കർ സ്ഥലത്ത് പള്ളി പണിയാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയുടെ പണിയല്ല അമ്പലം പണിയലും, പ്രധാനമന്ത്രിയുടെ പണിയല്ല പള്ളി പണിയലും. പ്രധാനമന്ത്രി അവിടെ വന്ന് നടത്തുന്ന ആഹ്വാനത്തിന് എന്താണ് അർത്ഥം? പ്രധാനമന്ത്രി പറയുകയാണ് ജനുവരി 14 മുതൽ 22 വരെ ജനുവരി 14 മുതൽ 22 വരെ ക്ഷേത്രങ്ങളിൽ ശുദ്ധീകരണ യജ്ഞം നടത്തണം. എന്തിനാണ്? ഈ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് 14 മുതൽ 22 വരെ രാജ്യത്തെ മുഴുവൻ ക്ഷേത്രങ്ങളിലും ശുദ്ധീകരണ യജ്ഞം നടത്തണം. എന്താണ് ആഹ്വാനത്തിന് അർത്ഥം? ഇവിടുത്തെ ക്ഷേത്രം ശുദ്ധമല്ലേ? എന്താണ് ശുദ്ധീകരണത്തിന് യജ്ഞം? എന്താണ് വിശ്വാസം? നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നതാണോ വിശ്വാസം? നിങ്ങളുടെ പോക്കറ്റിലാണോ? ഇവിടെ ഹിന്ദുമത പോക്കറ്റിലാണോ? രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഹിന്ദുക്കളാണോ എന്ന ചോദ്യത്തിന് പ്രധാനമന്ത്രി മറുപടി പറയണ്ടേ? പ്രധാനമന്ത്രി ഒരു വിഭാഗത്തിന് മാത്രം പ്രധാനമന്ത്രിയാണോ? ആരോടെങ്കിലും വന്ന് നിർബന്ധിച്ചോ ചെയ്യാൻ? രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ മുഴുവൻ ജനങ്ങളെയുമാണ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യേണ്ടത്. യുവരാജ് ഗോകുൽ, അത് ഹിന്ദുക്കളെ മാത്രമല്ല. ഈ രാജ്യം നാനാത്വത്തിൽ വിശ്വസിക്കുന്ന രാജ്യമാണ്. നിരവധി വിശ്വാസങ്ങളുണ്ട്. അല്ല, കൊറോണ സമയത്ത് പ്രധാനമന്ത്രി ദീപം തെളിയിക്കാൻ പറഞ്ഞു. യോജിച്ചവരും കൊറോണയ്ക്ക് ദീപം തെളിയിക്കാൻ പറഞ്ഞതിനും വിമർശനമുണ്ട്. ഈ കൊറോണയ്ക്ക് ദീപം തെളിയിക്കാൻ ആൾക്കാരോട് ആഹ്വാനം ചെയ്യണം. ഇത് നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയല്ല, 2024 റോഡ് ഷോ അല്ല എന്നൊന്ന് പറയാൻ പറ്റുമോ? അല്ലല്ലോ, തിരഞ്ഞെടുപ്പ് അജണ്ടയാണല്ലോ. അമ്പലം പൊളിച്ച് പള്ളി പണിഞ്ഞത് ഒരു രാഷ്ട്രീയ അജണ്ടയായിരുന്നു. ആ ക്ഷേത്രം എന്ന് പറയുന്നത് പള്ളി പൊളിച്ച് അമ്പലം പണിയുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ അക്രമത്തിലൂടെ അക്രമകാരികളാണ് കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളുണ്ടോ? ശ്രീ യുവരാജ് ഗോകുൽ, നിങ്ങൾക്ക് ഇങ്ങനെ വിശ്വാസത്തെ
ഞാൻ ചോദിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിധി പ്രഖ്യാപിച്ചത്. തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല വിധി പ്രഖ്യാപിച്ചതെന്ന് സ്മൃതിക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? തെളിവുകൾ വേണമെങ്കിൽ ഞാൻ സ്മൃതിക്ക് തരാം. താങ്കൾ പറയൂ. ആ പള്ളി എന്ന് പറയുന്ന സ്ട്രക്ചർ നിന്നതിന്റെ താഴെ ക്ഷേത്രത്തിന്റെ മാതൃകയിലുള്ള വലിയൊരു സ്ട്രക്ചർ നിലനിന്നിരുന്നു എന്നുള്ള കാര്യം കോടതി അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് സുപ്രീം കോടതി മാത്രമല്ല, 2010 അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയിൽ വന്നിട്ടുണ്ട്. 1886 ഫൈസാബാദ് ജില്ലാ കോടതിയുടെ വിധിയിൽ വന്നിട്ടുണ്ട്. ശ്രുതി വേണമെങ്കിൽ എടുത്ത് പരിശോധിച്ച് നോക്കണം. കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ആ പള്ളിയുടെ താഴെ ക്ഷേത്രത്തിന്റെ മാതൃകയിലുള്ള സ്ട്രക്ചർ നിന്നിരുന്നു എന്നുള്ള കാര്യം. കോടതിക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നത് രണ്ട് വിഷയങ്ങളിലാണ്. പള്ളിയിലേക്ക് പ്രതിഷ്ഠ കൊണ്ടുവച്ചതിനെ കുറിച്ചൊക്കെ കൃത്യമായി കോടതി പറഞ്ഞിട്ടുണ്ട്. ശ്രീ യുവരാജ് ഗോകുൽ, നിങ്ങൾ പറഞ്ഞത് അന്തിമ വിധി ഞങ്ങളുടെ നിലപാടിനെ കോടതി പറഞ്ഞിട്ടുണ്ട് 1857 മുതൽ അകത്ത് ശ്രീരാമ പൂജ നടക്കുന്നുണ്ടായിരുന്നു എന്ന കാര്യം കോടതി പറഞ്ഞിട്ടുണ്ട്. വിധിയെ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് BJP ആണ്. ശ്രീ യുവരാജ് ഗോകുൽ അല്ലേ? 1947 കാര്യം എന്താണ് പറയാത്തത്? സ്മൃതി സുപ്രീം കോടതി പറഞ്ഞ കാര്യമാണ് ഞാൻ സ്മൃതിക്ക് പറഞ്ഞു തരുന്നത്. 1857 മുതൽ ഔട്ടർ കോർട്ട്യാർഡ് പറയുന്ന പൊസിഷൻ ഹിന്ദുക്കളുടെ എക്സ്ക്ലൂസീവ് പ്രോപ്പർട്ടി ആയിരുന്നു എന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട്. ഇന്നർ കോർട്ട്യാർഡ് ഈ പറയുന്ന തർക്കം ആ പറയുന്ന പള്ളിക്കകത്തുള്ള ശ്രീ യുവരാജ് ഗോകുൽ, അത് എന്താണ് നിങ്ങൾ തള്ളിക്കളയുന്നത്? 1949 കാര്യം എന്താണ് കേൾക്കാൻ പറയുന്നത്? ഒരു കാര്യം കൂടിയുണ്ട്. ആ ഇന്നർ കോർട്ട്യാർഡ് മുസ്ലിംസിന്റെ എക്സ്ക്ലൂസീവ് പ്രോപ്പർട്ടി ആയിരുന്നു എന്ന് സുപ്രീം കോടതി പറയുന്നില്ല. അതിന് തെളിവില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഔട്ടർ കോർട്ട്യാർഡ് ഹിന്ദുസിന്റെ എക്സ്ക്ലൂസീവ് പൊസിഷൻ ആയിരുന്നു എന്നും അതേസമയം ഇന്നർ കോർട്ട്യാർഡ് മുസ്ലിംസിന് മാത്രമായിരുന്നു ഉപയോഗിക്കാൻ ഉണ്ടായിരുന്നത് എന്നുള്ളതിന് ചരിത്രപരമായ തെളിവില്ല എന്നുള്ള കാര്യം സുപ്രീം കോടതി പറയുന്നുണ്ട്. സുപ്രീം കോടതിയുടെ 1045 പേജുള്ള വിധിന്യായമുണ്ട്. ഭൂരിപക്ഷത്തിന് നിലപാട് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു വിധിയായി ഇത് മാറിയിട്ടുണ്ട്. അത് അക്കാര്യത്തിൽ ആ വിമർശനം നടത്താൻ നമുക്കൊക്കെ അധികാരവുമുണ്ട്. ആ വിമർശനം നടത്താം. നിലപാടിന് വഴങ്ങിയിട്ട് വന്നിട്ടുണ്ട് കോടതി എന്ന കാര്യം നമ്മുടെ മുന്നിലെ ഞാൻ താങ്കളിലേക്ക് വരാം. തെളിവിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. അനൂപിയാർ നിങ്ങളെ സംബന്ധിച്ച ഈ കാര്യം അതല്ല ഇതല്ല പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളോട് കാര്യമായിട്ട് തന്നെ പറയാണ്. കൃത്യമായിട്ട് പേജ് നമ്പർ ഉൾപ്പെടെ പറഞ്ഞുതരാൻ ഞാൻ തയ്യാറാണ്. സ്മൃതി സംസാരിക്കാൻ തയ്യാറാണോ? പറയൂ. പേജ് നമ്പർ ഉൾപ്പെടെ ഞാൻ പറഞ്ഞുതരാം സ്മൃതി. പേജ് നമ്പർ 911 എടുത്തു വെച്ച് നോക്കണം. ന്യൂ ഡോർ ഓർ നോർത്തേൺ സൈഡ് ഓപ്പൺഡ് ഇൻ അഡീഷൻ ടു ഈസ്റ്റ് സൈഡ്. ഒരു മിനിറ്റ്. After all, the bench itself had concluded the Babri Masjid had been standing at that Hindu gods and goddesses were smuggled into it, which was called a crime. The court was also അതിനകത്ത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ക്ഷേത്രം തകർത്തു പണിഞ്ഞു എന്നുള്ളതിന് തെളിവില്ല എന്നുള്ളതാണ്. ക്ഷേത്രത്തിന്റെ മുകളിൽ പണിഞ്ഞു എന്നുള്ളതിന് തെളിവില്ല എന്നുള്ള കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. ശരി, മുസ്ലിം വിഭാഗത്തിന്റെ എന്നാണോ വന്നിരിക്കുന്നത്? വേക്കന്റ് ലാൻഡ് എന്നാണോ പറഞ്ഞിരിക്കുന്നത്? ക്ഷേത്രം ഉണ്ടായിരുന്നതിന് തെളിവില്ല എന്ന് കോടതി പറയാണ്. പിന്നെ താങ്കൾ എന്ത് അവകാശവാദമാണ് ഉന്നയിക്കുന്നത്? ഇവിടെ അന്തിമ വിധി വന്ന കാര്യത്തിൽ അവിടെ ക്ഷേത്രപരമായ സ്ട്രക്ചർ നിലനിന്നതിന് തെളിവുണ്ടെന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. അല്ലാണ്ട് ക്ഷേത്രം നിലനിന്നതിന് തെളിവില്ല എന്ന് പറഞ്ഞില്ല. കോടതി പറഞ്ഞത് ക്ഷേത്രം തകർത്താണ് ഇത് പണിഞ്ഞിരിക്കുന്നത് എന്നുള്ളതിന് തെളിവില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് ക്ഷേത്രം ഇല്ലായിരുന്നു എന്നതിന് തെളിവില്ല എന്ന് കോടതി പറഞ്ഞിട്ടില്ല. കോടതിക്കറിയില്ല. 500 വർഷമായി നിൽക്കുന്ന ജഡ്ജിമാരല്ലോ. ശ്രീ യുവരാജ് ഗോകുൽ 500 വർഷം ആരാധന നടത്തിയ ആരാണെന്ന് പറയും. ഹിന്ദുക്കൾ നടത്തിയിട്ടുണ്ട്. കോടതി വിധി തന്നെ പറയുന്നുണ്ടല്ലോ. ഗുരുനാനക് അവിടെ പോയ കാര്യം 1510 1511 കാലഘട്ടങ്ങളിൽ അദ്ദേഹം അവിടെ പോയിട്ട് ആരാധന നടത്തിയ കാര്യം പറയുന്നുണ്ടല്ലോ. ഫാദർ ജോസഫ് എന്ന് പറയുന്ന സ്മൃതി ഫാദർ ജോസഫ് എന്ന് പറയുന്ന ഒരു വൈദികന്റെ, ഒരു ക്രിസ്ത്യൻ പുരോഹിതന്റെ വാക്കുകളെ ഉദ്ധരിച്ചിട്ട് സുപ്രീം കോടതി പറയുന്നുണ്ട് 1766 1771 ഇടയിൽ അദ്ദേഹം അവിടെ സന്ദർശിക്കുകയും അദ്ദേഹം ലാറ്റിൻ ഭാഷയിൽ എഴുതിയ ഒരു പുസ്തകം പിന്നീട് ഫ്രഞ്ചിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആ ഫാദർ പറയുന്നുണ്ട് അവിടെ ഹിന്ദുക്കള് പൂജ നടത്തുന്നുണ്ടായിരുന്നു എന്ന്. ഹാദിത്തി സേബ എന്ന് പറയുന്ന മിർസ ജാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം തന്നെ എഴുതിയ ഒരു പുസ്തകമുണ്ട്. അതിന്റെ അകത്ത് പറയുന്നുണ്ട് ഹിന്ദുക്കൾ അവിടെ പൂജ നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം. അത് തർക്കമന്ദിരമായാണ് എല്ലാ കാലഘട്ടത്തിലും നിലനിന്നിരുന്നത്. നിങ്ങൾ 500 വർഷത്തെ കാര്യം പറയുമ്പോൾ 500 വർഷത്തെ കാര്യം തന്നെയാണ് ഞാനും പറയുന്നത്. 1856 മുതൽ അവിടെ കൃത്യമായിട്ടും ഔട്ടർ കോർട്ട്യാർഡ് ഹിന്ദുസിന്റെ മാത്രം എക്സ്ക്ലൂസീവ് പൊസിഷൻ ആയിരുന്നു എന്നുള്ള കാര്യം സുപ്രീം കോടതി പറയുന്നുണ്ട്.
കോടതിയുടെ കൺക്ലൂഷൻ പറയൂ. കോടതിയുടെ കൺക്ലൂഷൻ ആണ് വന്നത്. എന്താണ്? ആ സ്ഥലം ശ്രീരാമ ജന്മഭൂമി ആയിരുന്നു, അത് അവർക്ക് വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞ കാര്യം. ഇത്രേ ഉള്ളൂ. ക്ഷേത്രം പണിയാൻ വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അന്തിമ വിധിയുടെ വാചകം കൂടെ വായിക്കും. വേറെ ചിലത് വായിച്ചല്ലോ, അതുകൂടി വായിക്കും. അന്തിമ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ആ സ്ഥലം കാലങ്ങളായിട്ട് അത് ഹിന്ദു ക്ഷേത്രത്തിന്റെ മുകളിൽ പണഞ്ഞിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആയിരുന്നു അവിടെ നിലനിന്നിരുന്നത്. അതുകൊണ്ട് അത് ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒത്തുതീർപ്പ് വിധിയാണ് വന്നിട്ടുള്ളത്. അതിലാകെ 12ാം നൂറ്റാണ്ടിലുള്ള